പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മനോഹരമായ ഒരു ദിവസം കൂടി നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ദിവസം നമ്മുടെ കർത്താവിന്റെ മഹത്വമേറിയ നാമത്തെ വാഴ്ത്തുവാൻ നമുക്ക് ഉപയോഗിക്കാം. സ്തോത്രം. ഈ പ്രഭാതം ഉണർന്ന് കർത്താവിന് നന്ദി പറയുവാൻ ഉള്ള നല്ല സമയമാണ്. സ്തോത്രമധരങ്ങളെ തുറന്ന് നമുക്ക് കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. എന്നെ കേൾക്കുന്ന ഉണർന്ന് ഈ പകലെ സ്തോത്രം തിരുസലായിരിക്കുന്ന ആരെങ്കിലുമൊക്കെ സ്തോത്രം ഫലവിധ ഭാരത്തോടെയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് സ്തോത്രം കർത്താവിന് സ്തോത്രം പറയുക. നമ്മെ നിർമ്മിച്ച ദൈവത്തിന് നന്ദി പറയുക. സ്തോത്രം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തി തോർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുക. സ്തോത്രം. എന്നിട്ടാകാം ബാക്കി ടെൻഷനടിയും ബാക്കി ഭാരങ്ങളും ഒക്കെ. ഇപ്പോൾ ചെയ്യേണ്ടത് ഇത് മാത്രമാണ്. ഈ പ്രഭാതം ഉണർന്നെഴുന്നേറ്റാൽ ഉടനെ ആദ്യം ചെയ്യേണ്ടത് ദൈവമേ, ഒരു ദിനം കൂടി തന്നതിനായി നന്ദി. കർത്താവെ, അവിടുന്ന് എന്നെ നടത്തിയ വിധങ്ങൾക്കായി സ്തോത്രം. ഈ ദിവസത്തെ കർത്താവെ അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. അത് പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്ത് ഇന്നത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കാം. നിങ്ങളുടെ ഈ ദിനം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാനിടയായി തീരും. കാരണം നാം വിശ്വസിക്കുന്ന ഈ ദൈവത്തിന്റെ വചനം സ്തോത്രം നിങ്ങളോടൊരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് യാതൊരു മാറ്റവുമില്ല. അതിന് ഗതിഭേദനത്തിന്റെ ആച്ഛാദനമുള്ളതല്ല. അത് കാലങ്ങളോ കാലാവസ്ഥയോ മാറിയാലും അതിന് മാറ്റം വരുന്നതല്ല. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ആ ദൈവവചനം ഇന്ന് രാവിലെ ഉരവിട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിയാൽ, കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കുകയില്ല, മനുഷ്യർ എന്നോട് എന്ത് ചെയ്യും, ധൈര്യമായിട്ട് എന്നിട്ട് കടന്നു പോകുക. സ്വതന്ത്രം. നിനക്ക് ഓഫീസിലാകട്ടെ, നിനക്ക് പ്രതികൂലമായി നിൽക്കുന്ന സാഹചര്യങ്ങൾ എവിടെയുമായിക്കോട്ടെ, കോടതിയായിക്കോട്ടെ, പോലീസ് കേസായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, എവിടെയായിരുന്നാലും അവിടെയെല്ലാം ധൈര്യത്തോടെ, സ്കൂളിൽ അഡ്മിഷൻ ആയിക്കോട്ടെ, എല്ലാ എക്സാമിന്റെ ഹോളിലായിക്കോട്ടെ, എങ്ങോട്ട് നിങ്ങൾ കടന്നു ചെയ്താൽ ധൈര്യത്തോടെ ചെയ്യാം. ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ വാക്കിലാണ് വിശ്വസിച്ച് പോകുന്നതെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. അവിടെ അത്ഭുതം ചെയ്യുവാനിടയായി തരും. വളരെ വേഗത്തിൽ ഒരു വചനഭാഗം വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വതന്ത്രം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 119 89 90 വാക്യങ്ങളാണ്. യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. സങ്കീർത്തനകാരൻ പറയാ, യഹോവേ, നിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്നു. ഇന്ന് ആ വചനത്തെ കണ്ടവരാ ഞാനും നിങ്ങളും. സ്തോത്രം. ആമേൻ. അടുത്ത വാക്യത്തിൽ പറയാം, നിന്റെ വിശ്വസ്ത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്ത തലമുറയോളം നിൽക്കുന്നു എന്നുള്ളതും ദൈവത്തിന്റെ വചനം എന്നേക്കും സ്ഥിരമായിരിക്കുന്നു എന്നുള്ളതുമാണ് ഇന്ന് പ്രഭാതത്തിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി വന്നത്. തിരുവചനം പറയാം, അവന്റെ വചനം എന്നേക്കും സ്ഥിരതയുള്ളതാണ്. സ്ഥിരമായി സ്വർഗത്തിലിരിക്കുന്ന വചനം എന്നാണ് പറയുന്നത്. ആ വചനത്തെപ്പറ്റി നമ്മുടെ യോഹന്നാന്റെ സുവിശേഷം പറയുന്നത്, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തുന്നു. സ്വർഗത്തിലിരിക്കുന്ന ആ വചനം ഈ ഭൂമിയിൽ ജഡാവതാരത്തിൽ അനുഭവിച്ചതാണ് കർത്താവായ യേശു ക്രിസ്തു നാം കണ്ടത്. സ്വതന്ത്രം. തിരുവചനം പറയാം, ആ കർത്താവ് നമ്മളോട് പറയുന്നൊരു വാക്യമുണ്ട്, ആകാശവും ഭൂമിയും മാറിപ്പോയാലും എൻ്റെ വാക്കുകൾക്ക്, എൻ്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുകയില്ല. അതെന്നേക്കും സ്ഥിരതയുള്ളതാകുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിനൊരു മാറ്റവും വരില്ല. ആകാശവും ഭൂമിയോ ഒഴിഞ്ഞു പോയാലും അതെന്നേക്കും സ്ഥിരമുള്ളതാണ്. കാരണം എന്നാന്ന് വെച്ചാൽ അതിൻ്റെ 90 വാക്യത്തിൽ നമ്മൾ കണ്ടത് ഇപ്രകാരമാണ്. സ്തോത്രം. ഇരിക്കുന്നു, നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. സ്തോത്രം. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോയാലും ഒരു മാറ്റവും വരികയെന്ന് പറയാൻ കാരണം, ഈ ആകാശവും ഭൂമിക്ക് മുൻപേ ഉള്ളവനാണ്, ആദിയായവനാണ്. ആൽഫയും ഒമേഗയുമായ, ആദ്യവും അവസാനവുമായവൻ അവനെ പറ്റി പറയുന്നത് അല്ലേ, ആൽഫയും ഒമേഗയുമായ. അപ്പോൾ ഭൂമിയൊക്കെ അടിസ്ഥാനമിട്ടത് ഈ കർത്താവാണ്. സ്വന്തം. അപ്പോൾ അതുകൊണ്ട് ഇതൊഴിഞ്ഞു പോയാലും എൻ്റെ വാക്കുകൾക്ക് ഒരു മാറ്റവും വരുന്നില്ല. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ നമുക്കുള്ള ഏറ്റവും വലിയ ഉറപ്പും ധൈര്യവും എന്ന് പറയുന്നത്. കർത്താവ് എന്നോട് നിങ്ങളോടും ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞാൽ ഇത്ര ഉറപ്പ് പിന്നെ വേറെ എവിടെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത്? ഈ ലോക മനുഷ്യരിൽ ആരിൽ സ്തോത്രം കിട്ടുന്ന ഉറപ്പിനേക്കാളും ഏറ്റവും നല്ല സ്തോത്രം, ഏറ്റവും വിശ്വസിക്കാവുന്ന, ഏറ്റവും ഉറപ്പുള്ള ഒന്നാണ് കർത്താവിന്റെ വായിൽ നിന്ന് വന്ന ഓരോ വചനങ്ങളും വാക്കുകളും. അത് വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു ജീവിതത്തിൽ ഊവ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്ന ഒരു ജീവിതത്തിൽ അത് അനുഗ്രഹമായി തീരും. നിങ്ങൾ വിശ്വസിക്കേണ്ടത് ഡോക്ടർ പറഞ്ഞ നിങ്ങളുടെ മേലെഴുത്തല്ല, അല്ലെങ്കിൽ കൈനോട്ട ശാസ്ത്രം എന്ന് പറഞ്ഞാൽ അതിന് പറയുന്ന സ്വതം നമ്മുടെ ഭാവിയെ പറ്റി പ്രവചിക്കുന്ന ശാസ്ത്ര ശൃംഖലകളുണ്ടല്ലോ, അത് പറഞ്ഞ ഭാവിയല്ല. നിന്റെ ജാതകം എഴുതി വെച്ച ഭാവിയല്ല. നിന്റെ നക്ഷത്രങ്ങളെ പറ്റി നിനക്കുള്ള മേലെഴുത്തുകളല്ല. സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്ഥിരമായിരിക്കുന്ന വചനത്തിലാണ് നീ വിശ്വസിക്കുന്നത്. അതിന് മാറ്റമുണ്ടാകത്തില്ല. കാരണം അവൻ നിങ്ങളോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഈ ഭൂമിയിലെ സകല കൈയെഴുത്തുകളെ മാറ്റി എഴുതുവാൻ ആ വചനത്തിന് ശക്തിയുണ്ട്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്ന ഒരുവന് മേൽ സ്വതന്ത്രം അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. ലോകപ്രകാരം സയൻസും മെഡിക്കൽ സയൻസും അവൻ ജീവിക്കാൻ സാധ്യതയില്ലെന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നവന്റെ ശരീരത്തിൽ കോശങ്ങളിൽ ഒരു അത്ഭുതം സംഭവിക്കുക, അത്ഭുത രൂപാന്തരം സംഭവിക്കുകയാണ്.
രോഗത്തിൻ്റെ അണുക്കൾ അവൻ്റെ ശരീരം വിട്ടുപോവുകയാണ്, അല്ലെങ്കിൽ തകർന്നുപോയ കോശങ്ങൾ പുനരുജ്ജീവിക്കുകയാണ്, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ അവയവം സൃഷ്ടിക്കപ്പെടുകയാണ്. ഇതൊക്കെ അത്ഭുതങ്ങളായി ജീവിതത്തിൽ ശരീരത്തിൽ അനുഭവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ എന്നെ കേട്ടിട്ടുണ്ടാവാം, കേൾക്കുന്നുണ്ടാകാം. ഞാനിന്ന് പറയട്ടെ, വചനത്തിൻ്റെ ശക്തി സൃഷ്ടിക്കുന്നതാണ്. വചനത്തിൽ ആശ്രയിക്കുന്ന ഒരുവൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നുവെന്നാണ്. ദൈവവചനം വിശ്വസിക്കുക, അല്ലെ ദൈവവചനം ഏറ്റു പറയുക എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. അത്ഭുതങ്ങൾ തീർന്നു പോയി എന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞ് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങളതിന് ചെവി കൊടുക്കരുത്. അത് പിശാചിന്റെ ശബ്ദമാണ്. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ അത്ഭുതങ്ങളെ കാണും. കാരണം ദൈവത്തിന്റെ വചനം സ്ഥിരതയുള്ള വചനമാണ്, എന്നേക്കും നിലനിൽക്കുന്ന വചനമാണ്, അതിന് മാറ്റമില്ല. ആ വചനത്തിൽ ഊവായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഊവായി എന്ന് തന്നെയാണ്, ഭയപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയപ്പെടേണ്ടതാണ്. എൻ്റെ അടിപ്പിണരാൽ നിനക്ക് സൗഖ്യമുണ്ടെന്ന് പറഞ്ഞാൽ സൗഖ്യമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. നിന്റെ ബുദ്ധിമുട്ട് എൻ്റെ മഹത്വത്തിൻ്റെ ധനം കൊണ്ട് തീർത്തു തരുമെന്ന് പറഞ്ഞാൽ അതങ്ങനെ തീർത്തു തരുമെന്ന് തന്നെയാണ് ഉറപ്പു തരുന്നത്. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. ആ വചനത്തിൽ ഒരു മാറ്റവുമില്ല. ഇടയ്ക്ക് നിന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു മാളിച്ചോ നിന്നെ കൈവിട്ടു എന്നല്ലർത്ഥം. നീ കൈവിടുന്നതല്ലാതെ കർത്താവ് തന്നെ കൈവിടത്തില്ല. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരി, പ്രിയ കുഞ്ഞെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിന്റെ വാക്കിനൊരു മാറ്റവുമില്ല. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം ഉണരുമ്പോൾ എന്നേക്കും സ്ഥിരമായി സ്വർഗത്തിലിരിക്കുന്ന ആ വചനം, അത് ക്രിസ്തുവായി നമുക്ക് വെളിപ്പെട്ട ആ വചനം നമ്മളോട് പറഞ്ഞിരിക്കുകയാണ്. ഈ ആകാശമോ ഭൂമിയോ എല്ലാം മാറും, എങ്കിലും എൻ്റെ വചനത്തിന് മാറ്റം. പെറ്റ അമ്മ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം, എങ്കിലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല എന്ന് പറയുകയാണ്. അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ സ്തോത്രം, പിതാവിന് നമ്മളോട് അത്ര വലിയ വാത്സല്യമാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് ഇന്ന് പകൽ ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കും. തിരുവചനം പറയുകയാണ്, സ്തോത്രം, മുട്ടയെ ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അപ്പം ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ഒരിക്കലുമില്ല. സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് എത്ര അധികമായി നിങ്ങൾക്ക് നൽകും. ഈ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി നിങ്ങൾക്ക് നൽകുവാൻ കഴിയുന്ന പിതാവ്, തന്റെ ആത്മാവിനെ തരുന്ന പിതാവ്. ആ പിതാവ് നിന്റെ ഭൗതിക ആവശ്യങ്ങളിൽ എത്രയധികമായി നിനക്ക് കൂട്ടായി കാവലായി ഉണ്ടാവും. ധൈര്യമായിട്ടിരിക്കണം. സ്ഥിരതയുള്ള വചനത്തിൽ ആശ്രയിക്കുന്നത്. ലോകത്തിന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് വാഗ്ദാന വാക്കുകൾക്കൊക്കെ 5 വർഷത്തെ പരിമിതികളേ ഉള്ളൂ. അതും 5 വർഷം പോലും നിലനിൽക്കുന്നില്ല, അതൊന്നും നടക്കുന്നുമില്ല. ഈ ലോകത്തിന്റെ എല്ലാ നിയമ സംവിധാനങ്ങൾക്കും അതിൻ്റെതായ പരിമിതികളുണ്ട്. അത് ഓരോ കാലഘട്ടങ്ങളിലും പൊളിച്ചെഴുതപ്പെടും, അല്ലെ? ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ നിയമവാഴ്ചകളൊക്കെ ഓരോന്നും പുതിയത് ആഡ് ചെയ്ത് പഴയ നിയമ സംവിധാനങ്ങൾക്കൊക്കെ മാറ്റങ്ങളും ഭേദഗതികളും വരുത്തുന്നുണ്ട്. എന്നാൽ സ്വർഗത്തിലെ വചനം എന്ന് പറയുന്നതിന് എന്നേക്കും സ്ഥിരതയുള്ള, അതിനൊരു മാറ്റവുമില്ല. അതിനകത്ത് അങ്ങനെ ഊവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ അനുഗ്രഹിച്ചിരിക്കും, വർദ്ധിപ്പിച്ചിരിക്കും. നീ വാലല്ല തലയായി മാറും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഉയർച്ച തന്നെ പ്രാപിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെയാണ് എൻ്റെ പ്രിയ സ്നേഹിത, അതങ്ങനെ സംഭവിക്കത്തുള്ളൂ. നീ വായ്പ വാങ്ങിയില്ല കൊടുക്കുന്നവനായി തീരും എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കുന്നവൻ അങ്ങനെ തന്നെ ആയി തീരുവാനിടയായി തീരും. അതുകൊണ്ട് ഇന്ന് ഈ പ്രഭാതം എന്നെ കേൾക്കുന്ന പ്രിയമുള്ള, സ്ഥിരതയുള്ള ഒരു വചനത്തിൽ ആശ്രയിക്കുന്നവരാണ് ഞാൻ. അതുകൊണ്ട് നിങ്ങളും ഞാനും ഉറപ്പും ധൈര്യവുമുള്ളവരായിരിക്കണം, കുലുങ്ങിപ്പോകാത്തവരായിരിക്കണം. ഏതെല്ലാം വാക്കുകൾ കേട്ടാലും, എന്തെല്ലാം കൊടുങ്കാറ്റുകൾ അടിച്ചാലും, ഏതെല്ലാം പ്രതിസന്ധികൾ ആഞ്ഞ് വന്നെന്ന് പറഞ്ഞാലും അതിന് മധ്യയിൽ ആക്ഷേപിരായി നിന്ന് പറഞ്ഞാൽ, ഞാൻ യേശുവാ എൻ്റെ കർത്താവ്, ഞാൻ യേശുവിലാണ് വിശ്വസിക്കുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. അത് ഉറക്കെ തൻ്റെ ഇടത്തോടെ വിളിച്ചു പറയണം. എൻ്റെ യേശുവാ എൻ്റെ കർത്താവ്, എൻ്റെ യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അത്ഭുതം ഞാനത് കാണും, വിശ്വസിക്കുന്നു എന്ന് ധൈര്യത്തോടെ പറഞ്ഞ് ചങ്കുറപ്പോടെ എഴുന്നേറ്റ് നിൽക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. ഈ പ്രഭാതത്തിന്റെ വാക്കുകൾക്ക് ഞാനിവിടെ വിരാമം കുറിക്കുക. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന തിരുവചനം എന്ന് തിരുവചനം പറയുന്നു. അത് തലമുറയോളം, നിന്റെ വിശ്വസ്തത തലമുറയോളം ഇരിക്കുന്നു. നീ ഭൂമിയെ സ്ഥാപിച്ചു, അത് നിലനിൽക്കുന്നു. തലമുറയോളം നിൽക്കുന്ന വചനത്തിന്റെ വിശ്വസ്തത. ഇന്ന് പകൽ കർത്താവിനെ പിൻപറ്റിയ നിങ്ങളും നിങ്ങളുടെ തലമുറകളും ഒരു അനുഗ്രഹവും തലമുറയോളം നിലനിൽക്കുന്നു എന്ന് തിരുവചനം പറയാണ്. അത് അങ്ങനെ നിൽക്കുന്നൊരു വചനമാണ്. അത് അങ്ങനെ അനുഗ്രഹമായി തീരുന്നൊരു വചനമാണ്. അതുകൊണ്ട് ഇന്ന് വചനത്തിൽ ആശ്രയിക്കുന്നവർ ഒരു കാര്യത്തിൽ ഉറച്ചോണം. ഞാൻ മാത്രമല്ല, വിശ്വസിക്കുന്ന നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾ കൂടി അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇന്ന് നിങ്ങളുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് അതാണ്. തലമുറയ്ക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ ചുട്ടിപ്പിടിച്ചോ അല്ലെങ്കിൽ സമ്പാദ്യം ഉണ്ടാക്കിയോ എസ്റ്റേറ്റ് പണിതോ അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ ഒരുക്കിയോ ഒന്നും നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് ഒന്നും ഒരുക്കാൻ കഴിയുന്നില്ലെങ്കിലും തിരുവചനം ആ പിള്ളേർക്ക് കൊടുക്കണം, തലമുറയിലേക്ക് കൊടുക്കണം. നിങ്ങൾ വചനത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കണം. വള്ളിപുള്ളി മാറാതെ വചനത്തിന് വേണ്ടി ഉറച്ച് ദൈവകൽപ്പനകളെ പ്രമാണിച്ച് നിൽക്കണം. നിങ്ങളുടെ തലമുറയ്ക്കുള്ള ഏറ്റവും വലിയ നിക്ഷേപം അതാണ്. വചനം തലമുറയായി തിരുവചനം പറയുന്ന വിശ്വസ്തത നിലനിൽക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ കാണിക്കുന്നതിന് വിശ്വസ്തത നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാനിടയിൽ. ഇന്ന് ആരെങ്കിലുമൊക്കെ തലമുറയെ ഓർത്ത് ഭാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ
അവരകന്നാൻ നിൽക്കുന്നെങ്കിൽ നിങ്ങൾ കർത്താവിന് മുൻപിൽ മുട്ടുമടക്കുക. തിരുവചനത്തിൽ നിങ്ങൾ ആശ്രയിക്കുക. വചനം നിങ്ങളുടെ തലമുറയെ കൂടെ നേരെയാക്കാൻ പര്യാപ്തമാണ്. ഇന്ന് ഇടറിപ്പോയിട്ടുണ്ടായിരിക്കാം, അവർ മടങ്ങി വരുമെന്ന്. അകന്നു പോയിട്ടുണ്ടായിരിക്കാം, അവർ ചേർന്ന് വരുമെന്ന്. ഏതെല്ലാം ന്യൂനതയുണ്ടെങ്കിലും പരിഹരിക്കാൻ നിങ്ങൾ വിശ്വസിക്കുന്ന തിരുവചനത്തിന് കഴിയും. അത് സ്ഥിരതയുള്ള വചനമാണ്. ആ വചനത്തിന്റെ വാക്കുകൾക്ക് വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരികയില്ല. അതിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ഊവേ നാമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രഭാതം എഴുന്നേക്ക്. ആ വചനത്തിന്റെ വാഗ്ദത്തങ്ങൾ നിന്റെ ഭർത്താവിനും നിന്റെ ഭാര്യയ്ക്കുമുള്ളതാണ്, നിന്റെ കുഞ്ഞുങ്ങൾക്കുള്ളതാണ്, നിന്റെ ബന്ധുക്കൾക്കുള്ളതാണ്, നിന്റെ ദേശത്തിനുള്ളതാണ്, നീ ആയിരിക്കുന്ന ജോലി സ്ഥലത്തിനുള്ളതാണ്, നിന്റെ ബിസിനസ്സിനുള്ളതാണ്, നിന്റെ സകല സമ്പത്തിനുമേലുമുള്ളതാണ്. അത് ആടുമാടുകളുടെ പേറുകളിൽ ഉണ്ടാകാം, അത് മാവ് തുഴയ്ക്കുന്ന തൊട്ടിയിലുണ്ടാകാം, നിന്റെ സമ്പത്തിന്മേൽ പുത്രസമ്പത്തിനുമേലുണ്ടാകാം, സകലത്തിനുമേലും അതെല്ലാം ആ വചനം നിലനിൽക്കുന്ന വചനമാണ് കേട്ടോ. അതുകൊണ്ട് ആ വചനത്തിൽ നമുക്ക് ആശ്രയിക്കാം. അത് സ്ഥിരതയുള്ളതാണ്. ബാക്കി എല്ലാം അഴിഞ്ഞു പോകുന്നതാ. വചനമേ നിലനിൽക്കുള്ളൂ, എന്നേക്കും നിലനിൽക്കുള്ളൂ. അതുകൊണ്ട് ദൈവവചനം എന്നും ധ്യാനിച്ചോണം, എന്നും ധ്യാനിച്ചോണം. എല്ലാ പ്രഭാതവും ദൈവവചനം. കാരണം ഇത് മാത്രമേ ട്രസ്റ്റ് ചെയ്യാൻ കഴിയുന്നുള്ളൂ, ഇത് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഈ ലോകവും അതിന് മോഹവും ഒഴിഞ്ഞു പോകും. ഈ ലോകത്ത് കാണുന്ന സകല നിയമങ്ങളും മാറിമറിയും. ഈ ലോകത്ത് കാണുന്ന സുഖലോലുപതകളുടെ മാനദണ്ഡങ്ങൾ മാറിമറിയും. ഈ ലോകത്തിന്റെ കൾച്ചറുകൾ മാറിമറിയും. എന്നാൽ എന്നേക്കുമായി നിലനിൽക്കുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ, അത് തിരുവചനമാണ്. ആ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. ആ വചനത്തിന് വേണ്ടി തന്നെ നിലനിൽക്കണം. ആ വചനത്തിൽ ആശ്രയിക്കണം. നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ട് വന്നാൽ ഓടി വന്ന് തിരുവചനം വായിച്ചോണം. തിരുവചനത്തിൽ നിന്ന് അതിനകത്ത് മറുപടി തപ്പിപ്പിക്കണം. നിങ്ങൾ ഏത് സങ്കടത്തിലാണെങ്കിലും തിരുവചനം എടുത്ത് നോക്കണം. എത്ര ആഹ്ലാദം കയറി ഏത് തീരുമാനത്തിൽ പോയാലും തിരുവചനം വായിച്ച് അതിനകത്ത് അടിസ്ഥാനപ്പെട്ട ഒരു തീരുമാനമേ എടുക്കണം. ഏത് ഉടമ്പടികൾ ചെയ്താലും തിരുവചന പ്രകാരമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. സ്തോത്രം. തിരുവചനത്തിൽ ആശ്രയിക്കാം. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്ഥിരതയുള്ള വചനം നിങ്ങളുടെ ജീവിതത്തെ സ്ഥിരതയുള്ളതായിരിക്കട്ടെ, സ്ഥിരമാനസനായിരിക്കട്ടെ. സ്ഥിരമായുള്ള ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ പുതുക്കുവാൻ ആ വചനത്തിന് സഹായിക്കുമല്ലോ. ആ വചനത്തിൽ ആശ്രയിക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രൻ ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ ജെറുസലേമിലേക്ക് അടുത്ത് വരികയാണ്. കർത്താവേ, ഇന്ന് ഈ കർത്താവേ സ്വതന്ത്രം പ്രഭാതം എന്നെ കാണുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് കേൾപ്പിച്ച അങ്ങയുടെ സ്ഥിരതയുള്ള എന്നേക്കും സ്ഥിരതയുള്ള സുഖത്തിലായിരിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരത നൽകുന്നതിനായി സ്തോത്രം. അങ്ങ് വിശ്വസനായിരിക്കുന്നു. തലമുറയായി ഞങ്ങൾക്ക് വിശ്വസനായിരിക്കുന്നു എന്ന് ഞങ്ങൾ കേൾപ്പിച്ചല്ലോ. ആ വചനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഞങ്ങളുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. ആ കൃപ ഞങ്ങളുടെ മേൽ ധാരാളമായി ചൊരിയട്ടെ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ അഭിമാനവും അനുഗ്രഹവുമായി തീരുവാൻ ദൈവവചനത്തിന്റെ ശക്തി വെളിപ്പെടേണ്ടതിനായി വചനത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നു. ആ വചനം ജീവനും ചൈതന്യമായി ഞങ്ങളിൽ പകരട്ടെ. ആ വചനം കർത്താവ് ഞങ്ങളെ ജീവിപ്പിക്കട്ടെ. ആ വചനം ഞങ്ങൾക്ക് വേണ്ടി ശൂന്യതകളിൽ നിന്ന് സകലം നിർമ്മിച്ചു തരട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് തിരികെയാണ്. വചനത്തിൽ ആശ്രയിപ്പാൻ തവണ വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലേക്ക് വർദ്ധിക്കട്ടെ. ഏത് സാഹചര്യങ്ങളും മൂലം തിരുവചനത്തിലേക്ക് നോക്കാൻ പ്രിയമുള്ളവരെ പ്രാപ്തമാക്കണം. എന്നെ കേൾക്കുന്നതിൽ ഭാരമുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നവരുടെ ഭാരങ്ങൾ എടുത്തു മാറ്റണമേ. സങ്കടങ്ങൾ പരിഹാരം വരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക. അവരുടെ ബുദ്ധിമുട്ടുകളെ തീർത്തു കൊടുക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. കഷ്ടതകൾക്ക് വിരാമമാകട്ടെ. അനുഗ്രഹങ്ങളെ ഞാൻ കൽപ്പിക്കുന്നു. കർത്താവ് ദോഷങ്ങൾ വിട്ടകലുവാൻ പ്രിയമുള്ളവരെ പ്രാപ്തമാകട്ടെ. ഭയത്തെ ഞാൻ ശാസിച്ചകറ്റുന്നു. ധൈര്യവും ബലവും കൃപയും കൊടുക്കുന്നു. പിതാവേ, ഈ പ്രഭാതം നിങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നത് ഈ ദിവസത്തെ അനുഗ്രഹം, ഈ ദിവസം സകല നന്മകൾ കൊണ്ട് നിറയ്ക്കണം. കടന്നു പോകുന്ന വഴികളെല്ലാം ഒരു അനുഗ്രഹമായി തീരുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കും. ഉള്ളംകരങ്ങളിലേക്ക് ഓരോ പ്രിയപ്പെട്ടവരെയും തന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, കൃപ കൊണ്ട് അവരെ സൂക്ഷിക്കുവാനാണ്. നന്മകളാൽ അവരെ നിറയ്ക്കണമേ. അവരൊരു അനുഗ്രഹമായി തീരട്ടെ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവേ സ്വത്രം, ഇന്നത്തെ പോകുന്ന വഴികളിൽ കർത്താവ് പുതുവാതിലുകൾ തുറക്കപ്പെടട്ടെ. കർത്താവേ സ്വത്രം, സ്വീകാര്യതകൾ വർദ്ധിച്ചു വരട്ടെ. എല്ലാ നിരാശകളും ശൂന്യതകളും മാറട്ടെ. ഉള്ളംകരങ്ങളിൽ തരുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. നന്മകളാൽ അലങ്കൃതമാക്കണമേ. സന്തോഷത്തെ നൽകണമേ. വലിയ സമാധാനത്തെ നൽകണമേ. കൃപയിൽ അവിടുന്ന് പൊതിയണമേ. മാർവോട് ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരുകളെ ഒപ്പണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. ധൈര്യത്തോടെ, നല്ല തൻ്റെ ഇടത്തോടെ ഇന്നത്തെ ദിവസം കൊണ്ടിറങ്ങണം കേട്ടോ. ആരൊക്കെ പോകാൻ പറയണം. എന്നാ വിഷയമുണ്ടല്ലോ, ആരൊക്കെ എന്തെല്ലാം ആദ്യം കേട്ടിട്ടെല്ലാം വിട്ടു പോകാൻ പറയണം. വരുന്നിടത്ത് വെച്ച് കാണാം. കർത്താവ് എനിക്ക് തുണയാണെന്ന് പറഞ്ഞ് ഇറങ്ങണം. ഞാൻ ആ വചനത്തിൽ ആശ്രയിച്ച് ഒരു വചനമൊക്കെ വായിച്ച് പ്രാർത്ഥിച്ച് ആമേനൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഇന്ന് കേൾപ്പിച്ച് ഈ വചനമാണ് നിങ്ങൾ ഹൃദയത്തിൽ അങ്ങ് ഏറ്റെടുത്തോണം. സ്ഥിരതയുള്ളതാ ദൈവത്തിന്റെ വചനം. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഭയപ്പെടേണ്ടെന്ന്. ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ധൈര്യമായിട്ട് അങ്ങ് പുറപ്പെടണം. നിങ്ങൾ ചെല്ലുന്നത് ശത്രു ലജ്ജിച്ചു പോകും കേട്ടോ. ഒന്നും വിഷമിക്കണ്ട കേട്ടോ. മുഖമൊക്കെ വാടിയിരിക്കാതെ രാവിലെ ഒന്ന് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ ഒരു ആമേനൊക്കെ പറഞ്ഞ് ഒരു ഹല്ലേലൂയൊക്കെ പറഞ്ഞ് ഒന്ന് പുഞ്ചിരി കണ്ണാടിയിലൊക്കെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കഴിയാലോ, വൃത്തിയായി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടാലും മിടുക്കലായിട്ട് ഒരുങ്ങി വീട്ടിലാണ് നിൽക്കുന്നെങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടാൽ കൊണ്ട് നിന്നേ നമ്മളെ കാണുമ്പോൾ തന്നെ സ്വതന്ത്രം നമ്മളെ നല്ലൊരു എനർജറ്റിക്കായി നമ്മൾ ചാർജായിട്ട് നീങ്ങി കേട്ടോ. നല്ല പുതിയ ഡ്രസ്സൊക്കെ വീട്ടിലാണെങ്കിലും നല്ല ഒരുങ്ങി നല്ല മിടുക്കലായിട്ട് നിൽക്കും. പുറത്തോട്ട് പോവുകയാണെങ്കിൽ നന്നായിട്ട് ഒരുങ്ങിപ്പോൾ എല്ലാവരെയും കണ്ടാൽ നല്ല പുഞ്ചിരിയോടെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക. തലയൊക്കെ കുനിക്കാതെ കേട്ടോ. സ്വത്ര അഭിമാനത്തോടെ നിൽക്കുക. സ്വർഗത്തിലെ ദൈവം കൂടെയുണ്ട്. വാലങ്കരം പിടിച്ചിട്ടുണ്ട്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ലവ് യു. നിങ്ങളുടെ പ്രിയ സഹോദരൻ മനോജ് മാത്യു. ഇവിടെ വാട്സപ്പ് നമ്പറുണ്ട്. അതിനകത്ത് പ്രയർ റിക്വസ്റ്റുകൾ ടെക്സ്റ്റ് ചെയ്യാം. സാക്ഷ്യങ്ങളും അതിനകത്ത് ഷെയർ ചെയ്യാം.
നമ്മുടെ പ്രെയർ, ഈ മോർണിംഗ് പ്രെയറൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതിനിടയിൽ ഒരു കമൻറ്റ് എഴുതുകയൊക്കെ ചെയ്യണം. ഞാനതെല്ലാം വായിക്കുന്നുണ്ട്. സ്വതന്ത്രപ്രിയമുള്ളവരൊക്കെ പേര് കാണുന്നുണ്ട്. സന്തോഷം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ധൈര്യമായിട്ടിരിക്കുക കേട്ടോ. ഒന്നും ഭാരപ്പെടണ്ട, ഒന്നും വിഷമിക്കണ്ട കേട്ടോ. ഗോഡ് ബ്ലെസ് യു.